ഇന്നത്തെ വീഡിയോയിൽ മാർബിൾ കേക്ക് അഥവാ സീബ്ര കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. ഇതിനായി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൽ അല്പം കുറവ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് 2 തവണ അരിച്ചെടുക്കാം. നിങ്ങൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പകരം 1 ടേബിൾ സ്പൂൺ തന്നെ മൈദ എടുത്താലും മതി. ഇനി ഒരു 3 മുട്ടയുടെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ യോക്കിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഈ പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 50 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറിന് പകരം അതേ അളവിൽ ഓയിൽ യൂസ് ചെയ്താലും മതി. പക്ഷെ ബട്ടർ ചേർക്കുമ്പോഴാണ് ഒരല്പം ടേസ്റ്റ് കൂടുതലുള്ളത്. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അല്പം ബീറ്റായ ശേഷം ബാക്കി എടുത്തു വെച്ച പഞ്ചസാരയിൽ നിന്ന് അല്പമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ എഗ്ഗ് നല്ല പീക്ക് ഫോം ചെയ്യുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും അല്പം എഗ് യോക്കിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മെല്ലെ ഫോൾഡ് ചെയ്യണം. ഫസ്റ്റ് ബാച്ച് ഫോൾഡ് ചെയ്ത ശേഷം അല്പം കൂടി എടുത്ത് അതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇത് എഗ് വൈറ്റിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ 2 ഈക്വൽ പാർട്ടാക്കി മാറ്റാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് ഈ ബാറ്ററിൽ നിന്ന് അല്പം എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ബാറ്ററും വനില ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബാറ്ററിൽ നിന്നും 2 ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതേപോലെയുള്ളൊരു ഗ്ലാസ്സിലേക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ബാറ്റർ കഴിയുന്നത് വരെ ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ബാറ്ററി ഇവിടെ മുഴുവനായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ട് മുകളിൽ അല്പം ഡിസൈൻ ആക്കി കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്, ഡിസൈനൊന്നും ആക്കുന്നില്ല. ഇനി ഇത് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ബേക്ക് ചെയ്യാൻ എടുക്കാം. എനിക്കിത് 45 മിനിറ്റ് കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. അല്പം ചൂട് മാറിയ ശേഷം ടിന്നിൽ നിന്ന് മാറ്റി ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ചൂടൊക്കെ നന്നായി തണുത്ത ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചൂടൊക്കെ മാറിയ ശേഷം ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇതൊന്നും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.